ഹലോ, എൻ്റെ പേര് ജിനു. ഞാൻ ന്യൂസിലൻഡിലെ ഹാമിൽട്ടൺ എന്ന സിറ്റിയിലാണ് താമസിക്കുന്നത് ഫാമിലിയായിട്ട്. നാട്ടിൽ കേരളത്തിൽ തിരുവനന്തപുരം സ്വദേശിയാണ്. 2013 ആണ് ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ വന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരും, ക്യാപ്ഷൻ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഞെട്ടലും കേട്ടിട്ടില്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക്കലി അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ സിംറ്റംസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2020 ഡിസംബറിൽ ALL അല്ലെങ്കിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കേമിയ ഡയഗ്നോസ് ചെയ്തു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ 3-4 മാസത്തോളം കീമോതെറാപ്പി, അത് കഴിഞ്ഞിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ തന്നെയും ന്യൂസിലാൻഡ് കഴിഞ്ഞ് ഞാനിന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഈ ലൈഫ്, എൻ്റെ ജേർണി, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ജേർണി, എൻ്റെ ഡയഗ്നോസിസ് എല്ലാം തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. ഇത് ഒരു ഫണ്ണി വീഡിയോ അല്ല. ഫണ്ണ് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ജീവിതത്തിൽ പെയിൻഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു. അപ്പോൾ അത് ഇന്നെനിക്കതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുമ്പം മറ്റൊരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കാം, മറ്റൊരാൾക്കായിരിക്കാം ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്യാൻ പറയണം. ഞാൻ കാണിച്ച പോലെ ഉള്ള ഒരു ഭീകര മണ്ടത്തരമല്ല, റിസ്ക് എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയും. കാരണം ഞാൻ IT ആയിരുന്നുകൊണ്ട് എനിക്ക് മെഡിക്കൽ സൈഡിനെ കുറിച്ച് വലിയ പിടിയില്ല. എനിക്കുണ്ടായിരുന്ന സിംറ്റംസ് എല്ലാം തന്നെ ഞാൻ ഇഗ്നോർ ചെയ്യുമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലാനും ട്രീറ്റ്മെൻറ്റ് കിട്ടാനും, പിന്നെ ഒരുപാട് പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. സിംറ്റംസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് വേറെ കോമൺ ആയിട്ടുണ്ട്. ഇപ്പം ബ്ലഡ് ക്യാൻസർ സിംറ്റംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം ഒരുപാട് വീഡിയോസ് ഉണ്ട്. 5 വർഷം മുമ്പ് ഞാൻ നോക്കുമ്പം അത്രയും വീഡിയോസ് ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ എനിക്ക് സംഭവിച്ച സിംറ്റംസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോമൺ സിംറ്റമാണ് ക്ഷീണം. പെട്ടെന്നുണ്ടാകുന്ന, അതായത് ഒരു അൺഎക്സ്പെക്റ്റഡായിട്ട് അൺയൂഷ്വലായിട്ടുണ്ടാകുന്ന ക്ഷീണം. രാവിലെ നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴും വീണ്ടും നമ്മൾ കട്ടിലിൽ തന്നെ കിടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം തോന്നുന്നു ഒരവസ്ഥ. എനിക്കതുണ്ടായി. അതുകൂടാതെ ഞാൻ പിന്നെ ഓഫീസിലേക്ക് പോകും. എനിക്കൊരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്ത് ഇറങ്ങിയിട്ട് കോഫി മേടിച്ച് കുടിക്കും. എനിക്ക് ഈ ക്ഷീണം അധികമായിട്ട് വരുന്ന മുമ്പ് അങ്ങനെ കഫേൻ ചെന്ന് കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ വീണ്ടും ചാർജ് ആവും, വീണ്ടും യാത്ര ചെയ്യും. പല സമയങ്ങളിലും എനിക്ക് ഡ്രൈവിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്, കോർഡിനേഷൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ പോലെ. അപ്പോൾ ഞാനത് ഈ സമ്മർ ടൈമാണ്, ഡിസംബർ ആയതുകൊണ്ട് തന്നെ ഇത് ചൂടിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. അങ്ങനെ അൺയൂഷ്വലായിട്ട് വരുന്ന തളർച്ച, ടയർഡ്നെസ് ശ്രദ്ധിക്കുക. രണ്ടാമത് ഉള്ളതാണ് നൈറ്റ് സ്വെറ്റ്. രാത്രിയിൽ ഒരു വെളുപ്പ് സമയമാകുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആകുമ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന ടീഷർട്ടും പുതപ്പും ഒക്കെ തന്നെയും കംപ്ലീറ്റ്ലി നനഞ്ഞ് നമ്മൾ മുഴുവൻ ശരീരം മുഴുവനും വേർത്ത് കുളിച്ച് ആണ് എഴുന്നേൽക്കുന്നത്. എനിക്കന്നും ഒന്നും മനസ്സിലായില്ല. ഞാൻ ഓർത്തത് ചൂടിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ജനൽ തുറന്നിടും, അല്ലെങ്കിൽ പിന്നെ ഫാൻ വെക്കുക, AC കിടക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും ഇത് മാറുന്നില്ല. എല്ലാ ദിവസവും സംഭവിക്കുന്നില്ല, എന്നാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ദിവസം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഈ നൈറ്റ് സ്വെറ്റ്സ് വരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സിംറ്റമായിരുന്നു നൈറ്റ് ചിൽസ്, അല്ലെങ്കിൽ ഒരു ഫീവർ പോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുക.
ഫീവറിഷ് എന്ന് പറയുമ്പോഴത്തേന് വൈകുന്നേരം, അതായത് കിടക്കുന്ന സമയമാണ്. ഇപ്പോൾ 9 മണി അല്ലെങ്കിൽ 10 മണിക്കാണ് ഞാൻ കിടക്കുന്നത്. ഈ ബെഡിലേക്ക് കിടന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഒരു ഇങ്ങനെ ഷവർ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് പനി വരുന്നു. അപ്പം അത് നോർമൽ പനിയല്ല. അധിക നേരം ആ ഷിവറിങ് നിൽക്കത്തില്ല. ഭയങ്കര ഒരു 10-15 മിനിറ്റ്സ് അത് ഇങ്ങനെ വന്നിട്ട് അങ്ങ് സെറ്റിലാവും. അത് ഞാൻ ഇഗ്നോർ ചെയ്തത്. കാരണം ഞാൻ ധരിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ചൂടിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ നൈറ്റ് ചിൽസ് അല്ലെങ്കിൽ ഈ ഫീവർ വരുന്ന സിംറ്റം ഞാൻ ഇഗ്നോർ ചെയ്തു. 4th സിംറ്റം കുറച്ചൊരു അൺയൂഷ്വലാണ്. പറയുന്ന പോലെ വ്യത്യസ്തമായ സിംറ്റം. ശ്വാസത്തിന് തടസ്സം വരിക. നോർമൽ ശ്വസിക്കുന്നതിൽ നിന്ന് ഭയങ്കര ഒരു കട്ടിയുള്ള ചങ്കിലിരിക്കുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കോവിഡിൻ്റെ ഒരു ടൈമായിരുന്നു. ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതായിരിക്കാം, അല്ലെങ്കിൽ വൈറസ് തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു വേരിയൻ്റ് എനിക്കും കിട്ടിയതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ശ്വാസം തടസ്സം വരുമ്പോഴും വിക്സ് കഴിക്കുകയും ടാബ്ലറ്റ് കഴിക്കുകയും കുറച്ച് നേരം ഫ്രഷ് എയർ നോക്കും. അങ്ങനെ അതും ഇഗ്നോർ ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇങ്ങനെ അൺയൂഷ്വലായിട്ടുള്ള ശ്വാസ തടസ്സം വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് രാത്രിയിൽ. അപ്പോൾ ഇതിനകത്തൊരു കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതൊരു 2-3 വർഷം മുമ്പ് തൊട്ട് തന്നെ ഈ ശ്വാസത്തിൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുമ്പം നമ്മുടെ ശരീരത്തിന് മേളിൽ ആരോ കയറി നിൽക്കുന്ന പോലെയോ ഇരുന്ന് നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. ഒരു ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ ഞെട്ടി ഉണരാറുണ്ട്. അപ്പം പക്ഷേ എനിക്ക് മനസ്സിലായതില്ല, എനിക്കെന്തോ ശ്വാസത്തിന്. പക്ഷെ അത് ഇഗ്നോർ ചെയ്തു അതും. ഇനി നെക്സ്റ്റ് സിംപ്റ്റമാണ് നോസ് ബ്ലീഡ്. നോസ് ബ്ലീഡ് ഇതിൻ്റെ വളരെ ലേറ്റർ അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ്സിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് ഈ നോസ് ബ്ലീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കണ്ടിന്യൂസ് നോസ് ബ്ലീഡ് അല്ലായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി മൂക്ക് ചീറ്റുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട്സ് ആയിട്ട് വാഷ് ബേസിനിലേക്ക് വീഴും. ഞാൻ എൻ്റെ IT ബുദ്ധി ഉപയോഗിച്ച് ഈ പറയുന്ന പോലെ ഗൂഗിൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അത് സമ്മറിലിങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഇവിടെ കുട്ടികൾക്കും ഇത് സംഭവിക്കാറുണ്ട്, നോസ് ബ്ലീഡ്. അങ്ങനെ ഞാനത് ഈ നോസ് ബ്ലീഡും ഇഗ്നോർ ചെയ്തു. പിന്നെ ഒരു അൺയൂഷ്വൽ സിംറ്റം ഉണ്ട്. ഇതും സെപ്പറേറ്റ് ആയിട്ടുണ്ട്, വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ കഫം അല്ലെങ്കിൽ സ്പാസം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ, അത് ഡ്രൈ കഫ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഭയങ്കര നമ്മളിങ്ങനെ ചുമച്ചാൽ പുറത്ത് വരികയില്ല. ഒരു വൈറ്റ് കളറിൽ നമ്മുടെ പാൽപ്പാട അതിൻ്റെ സോളിഡ് ഫോം എന്ന് വേണേൽ പറയാം. ആ രീതിയിലായിരിക്കും ഈ കഫ് പുറത്ത് വരുന്നത്. അതിങ്ങനെ പലപ്പോഴായിട്ട് വരും. അപ്പം ഞാൻ വലിയ തരക്കേടില്ലാതെ പാട്ട് പാടുന്ന വ്യക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഈ പാട്ട് ഒരുപാട് പാടിയിട്ട് എന്തെങ്കിലും തൊണ്ടയ്ക്കെന്തെങ്കിലും പറ്റിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ തുപ്പാറുണ്ട്. അപ്പോൾ ഇവിടെ വഴിയിൽ തുപ്പാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ടോയ്ലറ്റ് വാഷ്റൂമിൽ പോയിട്ട് സ്പിറ്റ് ചെയ്യുമ്പോഴത്തേന് ഇതിങ്ങനെ ഒരു അൺയൂഷ്വൽ കഫ് പുറത്ത് വരുന്നതായിട്ടുണ്ട്. ഇത് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇത് കൺസൾട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടറും പറയുന്നത് ഇതാണ്, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ വരുന്ന ഡിഫറൻസിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കഫമല്ല, പക്ഷേ അങ്ങനെ ഒരു മെറ്റീരിയലാണ്, ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതാണ്, ഇത് പുറത്ത് പോകുന്നതാണ്. ഇത് വളരെ അൺയൂഷ്വലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. വീണ്ടും പറയട്ടെ, ഇതൊന്നും
ഈ പറയുന്ന മെയിൻ അസുഖത്തിലേക്ക് സംഭവിക്കുന്നതായിരിക്കത്തില്ല. ബ്ലഡിൻ്റെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, ട്രീറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്യാവുന്ന കൊണ്ടായിരിക്കത്തുള്ള. അതാണ് നെക്സ്റ്റ്. ഇനി അടുത്തതാണ് ഈ ശരീരത്തിലുണ്ടാകുന്ന സ്പോട്ട്, അതായത് വൈറ്റ് സ്പോട്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു വൈറ്റ് സ്പോട്ട് വന്നായിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു അൺയൂഷ്വൽ വൈറ്റ് സ്പോട്ട്. ഞാൻ ഒരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഈ അധികം നിങ്ങൾ വെയിൽ കൊള്ളാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽമെൻ്റ് ഒക്കെ തന്നു. അന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഈ ശരീരത്തിൽ, അപ്പോൾ അത് വേറെ 1-2 സ്ഥലത്തും ഇതേ വൈറ്റ് സ്പോട്ട്സ് വന്നു. അതിൽ 1-2 കുറച്ചൊന്ന് എൻലാർജ് ചെയ്യുകയും ചെയ്തു. ഇതും ഇതുപോലെ തന്നെ ബ്ലഡിൻ്റെ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പം സംഭവിക്കുന്നതാണ് ഈ ശരീരത്തിലുണ്ടാകുന്ന വെള്ളപ്പാടുകൾ. നിങ്ങളതും ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരം നോക്കിയിട്ട് എവിടെയെങ്കിലും അൺയൂഷ്വലായിട്ട് ഇങ്ങനെ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു വൈറ്റ് മാർക്ക് വരും. ഇതൊരു അൺയൂഷ്വലാണ്. എന്നാൽ അത് ചൊറിച്ചിലോ അല്ലെങ്കിൽ വേദനയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിലും നിങ്ങൾ ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ വന്നതാണ് ഈ പറയുന്ന ലിംഫ് നോഡ്സ് എൻലാർജ് ചെയ്യുക. ഞാൻ ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഗ്നോർ ചെയ്ത ഒരു സിംറ്റമായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ പ്രൊഫഷനെ ഞാൻ ബ്ലെയിം ചെയ്യും. ഈ പറയുന്ന പോലെ ഗൂഗിളാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട്. സംഭവിച്ചതാണ് ഇതിൻ്റെ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ ഈ എൻ്റെ ലിംഫ് നോഡ്സ് എല്ലാം തന്നെ എൻലാർജായി. പ്രത്യേകിച്ച് കഴുത്തിലാണ്. ഈ 2 സൈഡിലെയും നോഡ്സ് എല്ലാം തന്നെ എൻലാർജായിട്ട് എനിക്കിങ്ങനെ തൊടുമ്പം നല്ലപോലെ ഫീൽ ആകാൻ തുടങ്ങി. പിന്നെ നോക്കുമ്പം ഈ ആംപിറ്റിലുണ്ട്, ഗ്രോയിങ് ഭാഗത്തുണ്ട്. എനിക്ക് അസ്വസ്ഥതയായി. അപ്പോൾ ഞാൻ വീണ്ടും പോയി ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ആ സമയത്ത് കുറച്ച് ഞാൻ വെയിറ്റൊക്കെ എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഈ വെയിറ്റ് എടുത്തപ്പം എന്തെങ്കിലും മസിൽ നോട്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് വീറ്റ് ബാഗ് ഇവിടെ മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ചൂട് ഒക്കെ പിടിച്ച് ഇതിനെ സെറ്റിൽ ചെയ്യാൻ നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അത് ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരു ദിവസം പല സമയങ്ങളിലായിട്ട് ഉണ്ടാകുന്നു. കൂടാതെ എൻ്റെ ലിംഫ് നോഡ്സ് എല്ലാം തന്നെ എൻലാർജായി. എനിക്ക് തീർത്തും ഞാൻ മുമ്പോട്ട് ഒരടി പോലും വയ്ക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോഴും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ 2013 ജൂലൈ മാസം ന്യൂസിലാൻഡിൽ വന്നിട്ട് 2020 ഡിസംബർ വരെ ഒരു പാരസെറ്റമോളും ഒക്കെ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്കൊരു GP പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. പേഴ്സണൽ ഡോക്ടറില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി ഞാൻ വളരെ ഫിറ്റാണ്, ഹെൽത്തിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ സിംറ്റംസിനെ എല്ലാം ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോയി. ദ ലാസ്റ്റ് വൺ, ഇതാണ് ഏറ്റവും വലിയ അപകടകാരി. അപ്പോൾ അത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത സിംറ്റം അത് തന്നെ ആയിരിക്കും. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതൊരു പ്രാവശ്യമെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോവുക. സംഭവിച്ച ഇതാണ്. നിങ്ങൾക്കറിയാം, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പം വളരെ ചെറുതിലേ ഇതുങ്ങൾ ഇങ്ങനെ വളരെ നല്ല ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ ഇങ്ങനെ ഞെട്ടുന്നത് കാണാം അല്ലേ. അത് നമ്മൾ പഴയ ആൾക്കാർ പറയാറുണ്ട്, അതിങ്ങനെ മാലാഖ വന്ന് ശല്യപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുരിശൊക്കെ കൈ കൊടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അവസ്ഥ എനിക്കും വന്നു. അതായത് കിടക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഞെട്ടും. അപ്പോൾ ഈ ഞെട്ടൽ എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഒരു നമ്മുടെ ശരീരം മുഴുവനും അങ്ങ് കുടയുന്ന ഒരു എഫക്റ്റാണ്. ചാടി എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓക്കെ ഒരു ട്രിഗർ ചെയ്തു എന്നുള്ളത്. അതുകൂടാതെ രാത്രിയിൽ ചെവിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സൗണ്ട് വരും. പിന്നെ സീഴ്സേഴ്സ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതും ഇതുപോലെ തന്നെ
ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മുടെ ശരീരത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രെയിനിനകത്തേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീല് എനിക്ക് കിട്ടാൻ തുടങ്ങി. അതായത് ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പം ഈ ഞെട്ടി ഉണരുകയും, ആ ഉണരുന്നത് ഈ ഷോക്കിൽ നിന്നാണ് എനിക്ക് ഉണരുന്നത്. അങ്ങനെ ഞാൻ 2020 ഡിസംബർ 18 എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻറ്റ് ദൈവാനുഗ്രഹത്താൽ കിട്ടി. അങ്ങനെ എൻ്റെ അന്ന് എനിക്കൊരു GP ഉണ്ടായി. GPയെ കാണാൻ പോകുന്നു. അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ. അപ്പം ഇത്രയാണ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കേമിയയുടെ സിംറ്റംസ്. ഇനിയും ഈ അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്നുള്ള 2 സ്റ്റേജസേ ഉള്ളൂ. ഇത് സാധാരണ ക്യാൻസർ അസുഖങ്ങളെ പോലെ പല സ്റ്റേജസ് ഇല്ല. അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക്. അക്യൂട്ടാണ് എപ്പോഴും അപകടകാരി. വളരെ പെട്ടെന്ന് ലൂക്കേമിയ സെൽസ് ജനറേറ്റ് ചെയ്യുകയും ബാക്കി നല്ല സെൽസിനെ അത് അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മുടെ ബോൺ മാരോയിൽ നിന്ന്, നമ്മുടെ നട്ടലിൽ നിന്ന് അല്ലെങ്കിൽ മജ്ജയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട ബ്ലഡ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെ ഉണ്ടാകുന്നതിനോടുകൂടി അത് നശിച്ചു പോകുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട്സ് എല്ലാം തന്നെ കുറയുന്നു. പ്രത്യേകിച്ച് RBC, WBCയുടെ എണ്ണം കൂടുന്നു. പ്ലേറ്റ്ലെറ്റ് വളരെ കുറയുന്നു. ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബ്ലഡ് സിസ്റ്റത്തിനെ മുഴുവനും ഇത് ഡാമേജ് ചെയ്യുന്നു. ഇതാണ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലൂക്കേമിയ. അതുകൊണ്ട് ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ഇതിൽ ഒരു സിംറ്റമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഭയപ്പെടരുത്. ഇത് മെഡിസിൻസ് ഇന്നുണ്ട്. ഇത് വളരെ റെഗുലറായിട്ട് മെഡിസിൻസ് കഴിച്ച് അത് ഫിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ന്യൂസിലൻഡിൻ്റെ എല്ലാം കൊണ്ടും ന്യൂസിലൻഡ് നല്ല രാജ്യമാണ്. എന്നാൽ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ജീവിതത്തിൽ അസുഖമുണ്ടായിക്കൂടാ എന്നില്ല. അതിനുശേഷവും എനിക്കറിയാൻ കഴിഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് 1-2 മലയാളികളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്തു. ഇത് പലപ്പോഴും ചെറുപ്രായത്തിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ എൻ്റെ 44-ാമത്തെ വയസ്സിലാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെയും ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ സർവൈവൽ റേറ്റ് വളരെ ലീനായിരുന്നു. ചാൻസസ് ഓഫ് കമ്മിങ് ബാക്ക് ടു ലൈഫ് വാസ് വെരി വെരി ലെസ്. പക്ഷേ ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേരുടെ സപ്പോർട്ട് ഒക്കെ കൊണ്ട് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഈ കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് കീമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ജേണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതും ഇതുപോലെ തന്നെ എൻ്റെ മെയിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ അവസ്ഥയിലൂടെ പോകുന്ന ഒരു വ്യക്തി ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്ലിഫ്റ്റ് ചെയ്യുക. ഇന്നും ജീവനോടെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. എന്നെപ്പോലെ തന്നെ ജീവനോട് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഇന്നും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമല്ല, ഇന്ന് ലോകത്ത് ഒരുപാട് പേര് ജീവനോടുകൂടി ഇതിൽ നിന്ന് കടന്നു പോയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിസാർട്ടഡ് ആവേണ്ട. ദെർ ഈസ് ഹോപ്പ്. താങ്ക് യു സോ മച്ച്.